അങ്ങനെ നമ്മുടെ റീത്തമ്മ അലീനോട് ദേഷ്യപ്പെട്ടിട്ട് നേരെ ചെല്ലുന്നത് അവളുടെ വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്നിട്ട് അവളുടെ ആങ്ങളമാരെ മുഴുവനെ ഫോൺ വിളിച്ച് വരുത്തുന്നുണ്ട്. എല്ലാവരും കയറി വരുന്നുണ്ട്. അവളെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ റീത്തമ്മ പറയുന്നുണ്ട് ഇങ്ങനെ സ്റ്റാൻലി ഒരു പെങ്കുച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ്റെ മകളാന്നാ പറയണത്. അവൻ ഒരു നാണമില്ലല്ലോ പറയാൻ, 23 വർഷങ്ങൾക്ക് മുമ്പ് കല്യാണത്തിന് മുൻപ് ഉണ്ടായ കുട്ടിയാണെന്നാ പറയണത് എന്ന് പറയുന്നത്. ആ സമയത്ത് ആങ്ങളമാർ ചോദിക്കുന്നുണ്ട് ഇനി വേറെ വല്ല കൊച്ചുകളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല, ഇനി ആരൊക്കെ പിന്നിൽ കയറി വരിക എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും ആങ്ങളമാർ ചോദിക്കുന്നുണ്ട് ഇത്രയും കാലം ഈ പെങ്കുച്ചി എവിടെയായിരുന്നു, ഓർഫണേജിലായിരുന്നു എന്നാണ് ബൈജു എന്നെ വിളിച്ച് പറഞ്ഞത്. ബൈജു പറഞ്ഞു അവിടുത്തെ പണിക്കാരോട് മുഴുവൻ അവൾ വല്ലാത്ത അധികാരമാണ്, അവളുടെ പപ്പട വീടാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ എല്ലാവരോടും വലിയ അധികാരം കാണിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവളുടെ റൂമൊക്കെ കണ്ടാൽ മതി, എന്താ സ്റ്റാൻലി 2 ലക്ഷം റുപ്യക്കാണ് അത്ര ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അവൻ ചെയ്ത് തരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ആങ്ങളമാരോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അവിടെ ചെന്നിട്ട് അലീനെ പിടിച്ച് പുറത്താക്കണം എന്ന് പറയുന്നുണ്ട്. ആ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ചോദിക്കേണ്ടത് എവിടെ ഇപ്പോൾ എൽസമ്മ പോയിനെന്ന് പറയുന്നത്. അവൾക്ക് ഏത് നേരം ധ്യാനത്തിന് പോക്കല്ലേ പരിപാടി, അവൾ ഇന്നൊരു ധ്യാനത്തിന് ഇവിടെ ആണെങ്കിൽ നാളെ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്താവും. പിന്നെ എന്താ ചെയ്യുക, അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മൾ വേണം എന്തെങ്കിലും ഒരു പോംവഴി കാണാമെന്നൊക്കെ പറയുന്നത്. എന്തായാലും ആങ്ങളന്മാരൊക്കെ പോകാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ വലിയപ്പച്ചനും വീട്ടിലേക്ക് എത്തിയിട്ട് എല്ലാവരോടും ഇങ്ങനെ അലീനയുടെ കാര്യമൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മളുടെ കുടുംബത്തിന് നാണക്കേടാണ് ആ പെൺകൊച്ചിനെ അവിടെ പാർപ്പിച്ച, അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ സ്റ്റാൻലി, ആ പെൺകുട്ടി അവിടെ നിന്ന് പറഞ്ഞയക്കാൻ മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അപ്പച്ചൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാണ്ട് അവൻ കേൾക്കണു, നമ്മൾ ആര് പറഞ്ഞാലും അവൻ കേൾക്കില്ല, അവന് പറയുന്ന ഒരേ ഒരാളെ അവൻ പറഞ്ഞാൽ കേൾക്കുള്ളൂ, അത് ആ കുട്ടി മാത്രം, ആ കുട്ടി എന്തായാലും അവൻ അനുസരണശീല പഠിപ്പിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പച്ചൻ നമ്മുടെ അലീനെ വിളിക്കുന്നുണ്ട്. അലീനയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ അവിടുത്തെ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റീത്തമ്മ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ വലിയപ്പച്ചനോട്. ആ സമയത്ത് നമ്മുടെ അപ്പച്ചൻ പറയുന്നുണ്ട് നീ വിഷമിക്കാതിരിക്കുക, അതൊന്നും ഓർത്തിട്ട് നീ വിഷമിക്കണ്ട, അതൊക്കെ സ്റ്റാൻലി നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ നോക്കാമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എന്തായി നിൻ്റെയും പപ്പടിയും സമരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ സമരമായിട്ട് മുന്നോട്ട് പോവാണ്, ഞാൻ ഇനി മുതൽ 1.5 ഭക്ഷണം കഴിക്കുള്ളൂ, ആ 1.5 ഭക്ഷണം കഴിക്കാത്ത പൈസ ഞാൻ സേവ് ചെയ്തിട്ട് എന്തായാലും അനാഥാലയത്തിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പച്ച, ഇനി എന്താ പപ്പ ചെയ്യാൻ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ ഈ വാശിക്ക് നീ മുന്നോട്ട് പോയാൽ നീ പട്ടിണി കിടക്കേണ്ടി വരും, അല്ലാതെ അവൻ്റെ മനസ്സ് ഒരിക്കലും മാറില്ല എന്ന് പറയുന്നത്. അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം അപ്പച്ച എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കണത്.